വിരിക്കണം എന്റെ ആഗ്രഹം. അപ്പൊ അതിന് നമ്മള് പാലക്കാട് ഡിസ്ട്രിക്റ്റും മലപ്പുറം ഡിസ്ട്രിക്റ്റും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റും ഒക്കെ നമ്മൾ നടന്നു 5-6 ഷോപ്പിൽ നടന്നു ഒരു ഇഷ്ടപ്പെട്ട കളർ ടൈലേറ്റ് സെലക്ട് ചെയ്തു. ടൈൽസ് കിട്ടി. പിന്നെ ഇത് വിരിച്ച സ്ഥലം കാണണം, വിരിച്ച ആളുകളെ കാണണം, ഇത് എങ്ങനെ വിരിക്കും, ആർക്ക് കൊടുക്കും എന്നുള്ള ഒരു ടാസ്ക് ആയിരുന്നു. വിരിച്ച കുറെ സൈറ്റ് പോയി നോക്കി. അതെ അതെ, ഏത് ജോയിൻ ഫ്രീ ആക്കി വിരിച്ചതും വിരിച്ചതൊക്കെ നോക്കി. വർക്കിന്റെ പെർഫെക്ഷനെ നോക്കി 2-3 വീട് കണ്ടു. അതിലൊരു വീട് നമുക്ക് ഇഷ്ടമായി, 8-4 വിരിച്ചത് ഭംഗിയായിരുന്നു. അത് ചെയ്ത വർക്കർമാരായ ക്ലയന്റിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി. അതിനുശേഷം അവരെ സമീപിച്ചു. അവർ നമ്മുടെ സൈറ്റ് വിസിറ്റ് ചെയ്തു. അവരായിരുന്നു ചേളാരിയിലുള്ള VM ടൈൽസ്. ഈ 8-4 ഇരിക്കുന്ന ഒരുപാട് ടീം നമ്മുടെ നാട്ടിലുണ്ടായിരിക്കാം. എന്റെ അഭിപ്രായത്തിൽ ആ സിറ്റ് ഔട്ട് നിന്നിട്ട് കയറിയപ്പോൾ ആ കാണുന്ന ലെങ്ത് ഏകദേശം 30 മീറ്ററോളം നീളം വരും. എത്ര ഷീറ്റാ വന്നിട്ടുണ്ട്. അത് ഇവിടുന്ന് ഒരു കോയിൻസ് തട്ടിയാൽ പോലെ ഒരു സ്റ്റെപ്പ് ഉണ്ടാവും. അത്രയും പെർഫെക്ഷനിലേക്ക് വിരിച്ചിട്ടുണ്ട്. 4 ദിവസം വരിക, 2 ദിവസം ലീവ് ആക്കുക. ആ പരിപാടി ഇവിടെ ഇവര് സ്റ്റേ ചെയ്തിട്ടാണ് വർക്ക് എടുത്തത്. വളരെ ഭംഗിയായി സമയത്തിന് ചെയ്തു തന്നു. വളരെ ഹെൽപ്ഫുൾ ആണ്. നമുക്ക് മരണം വരെ ഇവരോട് കടപ്പാടാണ്. കാരണം ഒരു 2-3 മാസത്തെ വർക്കായിരുന്നു ഇവർക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അതിലും കൂടുതൽ സ്നേഹം. ഹലോ ചങ്ങായിമാരെ, ഒരു വെറൈറ്റി വീഡിയോ ആണ് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോന്റെ മെയിൻ ഹൈലൈറ്റ് എന്താന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, അതായത് മലപ്പുറത്തുള്ളൊരു മനോഹരമായ പരന്ന് പിടിച്ച് കിടക്കുന്ന ഒരു മിനി കൊട്ടാരവും കൊട്ടാരത്തിൻ്റെ ഉള്ളിലെ കിടിലം ടൈൽസ് മണിനെ പറ്റിയിട്ടോ. അപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ സിറ്റ് ഔട്ടിൽ പോയിട്ട് ഹാളിലേക്ക് നോക്കുകയാണെങ്കിൽ വിശാലമായ തുറന്നിട്ടൊരു ഹാള്, ഇടച്ചമരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹാളിൽ 8x4 25 പീസ് ഫുൾ സ്ട്രെയിറ്റിൽ അങ്ങനെ വിരിച്ച് വെച്ചിരിക്കുക. ഏതാ പണി. ഹിന്ദിയിൽ ചമത്കാർ എന്ന് പറയും. പക്ക അത്ഭുതം കേട്ടോ. ലുക്കാണ്, പോയി കാണേണ്ട കേസ് തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആ ഒരു വിരിച്ചൊരു ഏരിയ നൂല് വെച്ച് നോക്കുകയാണെങ്കിൽ പക്ക നൂലാ. കോല് വെച്ചാൽ കോല്. കോയിൻസ് ദമ്മെടുത്ത് തട്ടിക്കഴിഞ്ഞാൽ മുഴച്ചിലൊന്നും കാണാൻ പറ്റില്ല. സ്കാറ്റിങ്ങുമ്പോൾ തട്ടിക്കാണ്ട് തിരിച്ചു വരുന്നത് മാത്രമേ കാണുള്ളൂ. സ്പിറ്റ് ലെവൽ ഓടെ കൊണ്ടുപോയി വെച്ചാലും പക്ക ലെവലാണ്. അതാണ് കൈപ്പണി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 45ൻ്റെ കട്ടിങ്ങും അതേപോലെ തന്നെ 90ൻ്റെ ഫിറ്റിങ്ങും. നമ്മളിപ്പോൾ ഈ കാണാൻ വേണ്ടി പോണ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ടൈൽസിൻ്റെ പീസ് എവിടെയൊക്കെ ഒന്ന് ചെറുതുപോലും വെച്ചിക്കണോ മൊത്തം നേക്കാണ്. ഇങ്ങനത്തെ ഒരു ടൈൽസിൻ്റെ വർക്കും ഒരു കൊട്ടാരവും നമ്മൾ കാര്യമായിട്ട് തെരഞ്ഞു പിടിച്ച് കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റിക്കോണമെന്നില്ല. അതൊരു സുവർണാവസരമാണ്. നിങ്ങളെ മുമ്പ് കണ്ട് കാണിച്ചു തരാണ്. ഏതാ പണി. അതായത് ഈ ദുനിയാവുള്ളിടത്തോളം കാലം പെരപ്പണി ഉണ്ടാവും. പെരപ്പണിയിൽ സംശയം ആൾക്കാർക്ക് പെട്ടെന്ന് തീർന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വീടുമണിനെ പറ്റിയുള്ള നല്ല നല്ല കണ്ടൻറ്റുകൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ പല ആൾക്കാരുടെ സംശയങ്ങളാണ് തീർന്നു കിട്ടല്ലേ. ആ സ്ഥിതിക്ക് ഈ വീഡിയോ A to Z കണ്ടിരിക്കുക, നഷ്ടം എന്തായാലും ഉണ്ടാവില്ല. പിന്നെ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ പഴയ കാലത്തിൻ്റെ മാറില്ല. ഇപ്പോൾ ആരെങ്കിലും ഒരു വീട് വെക്കുകയാണെങ്കിൽ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞു, തേപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ ഫ്ലോറിംഗ് ആണ്. ഒരു വീടിൻ്റെ ഫ്ലോറിങ് നന്നായി കഴിഞ്ഞാൽ ഐശ്വര്യ. ഫ്ലോറിങ് നാശായ പെര നാശായി എന്നാണ് പഴമക്കാരൊക്കെ പറയല്. അപ്പോൾ ആ സ്ഥിതിക്ക് ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കുന്ന പുതിയ വീടുകൾക്ക് ഫ്ലോറിങ്ങിന് എല്ലാവരും നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫ്ലോറിങ്ങിന് പറ്റിയ പണിക്കാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഓരോ പെരക്കാരെ വാങ്ങിയാണ്. അതാണ് ഈ പണിക്കാർ VM ടൈൽസ്. പിന്നെ അടുത്ത പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ, പണ്ടൊക്കെ മാർബിൾ ഗ്രാനൈറ്റൊക്കെ ആയിരുന്നു കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചിരുന്നത്. മാർബിളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിത്തം വാദം കഫം മൂത്രം മലം അതൊക്കെ റെഡി ആയി കിട്ടും എന്നൊക്കെ പറയലുണ്ട്. പക്ഷെ എന്താ പറയുക, അതിന് പണി കൂടുതലാണ്, അതിൽ മോഡൽ കൂടുതൽ ഇറങ്ങണില്ല. എന്നാലോ ഇപ്പം ട്രെൻഡ് മാറി. 6x4 8x4 വലിയ ടൈലുകൾ, അതൊക്കെ വലിയ ഏരിയയിൽ ഇങ്ങനെ വിരിച്ചു കൊടുത്ത് ഇങ്ങനെ പോയി കാണുക എന്ന് പറഞ്ഞാൽ എമ്മാതിരി രസമാണ്. പല ആൾക്കാർക്കും 6x4 8x4 ടൈലിനെ പറ്റി അറിയാം, വിരിച്ച ഒരു പെര പോലും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനത്തോൽക്കുള്ള ചെറിയ തെളിവുമ്പോഴാണ് ഈ കാണുന്ന പെര. പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ജോയിൻ്റ് കുറവല്ലേ, അത് ഇൻറ്റീരിയറിൻ്റെ വർക്കൊക്കെ മൊത്തം കഴിഞ്ഞിട്ട് ഒരു ഗൾഫ് ലൈറ്റ് തൂക്കി കഴിഞ്ഞാൽ പെരക്ക് ഐശ്വര്യം കണ്ടിട്ട് കൂടുക ചെയ്യാം. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്തായാലും 6x4 8x4 പണി ഇന്നത്തെ കാലത്ത് ഏകദേശം 100ൽ 60% വീടിനിപ്പം വലിയ ടൈൽസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വലിയ ടൈൽസിൻ്റെ ഫിറ്റിംഗ് പ്രൊസീജിയർ എങ്ങനെയാണ് മച്ചാനെന്ന് പല ആൾക്കാർക്ക് സംശയമുണ്ട്. അതാണ് ഈ വീഡിയോൻ്റെ ഫസ്റ്റ് വെച്ചിരിക്കേണ്ടത്. ഒരു സംഭവം കാണിച്ചു തരുമ്പോൾ കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം. അതിനാണ് കായ്. അത് ഏതായാലും കാണിച്ചിട്ടുണ്ട്. ആ സെറ്റപ്പ് കണ്ടില്ലേ. വലിയ ടൈല് വിരിക്കാൻ വേണ്ടി ആരെങ്കിലും വിചാരിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പണിക്കാർ ഫസ്റ്റ് എന്താ ചെയ്യുന്നറിയോ, ആ വീടിൻ്റെ ഫ്ലോറിൽ മൊത്തമായിട്ട് എന്ത് ചെയ്യുന്നറിയോ, കറക്റ്റ് വാട്ടർ ലെവൽ ചുമരുമ്പോൾ നോക്കി മാലിട്ടിട്ട് ആ മാലിന് ലെവലാക്കിയിട്ട് കോലുന്തും. അത് ചിന്നക്കോലല്ല, 8ൻ്റെ കോല, ഇൻറ്റു 10x10 റൂമൊക്കെ സെറ്റാക്കി വിരിച്ച് ഒരു തളമില്ലാതെ വിരിച്ചതിന് ശേഷം ഒരു 4-5 ദിവസം കഴിഞ്ഞ് ഉണക്കായതിന് ശേഷം വന്നിട്ട് ഫ്ലോറിലും ഗമ്മ് വലിക്കും, ടൈൽസുമേലും ഗമ്മ് വലിച്ച് കണ്ടാണ് സാധനം സെറ്റ് ചെയ്യുക. പിന്നെ ഒടുക്ക് പോകാനാ. വലിയ ടൈൽസ് ഒരിക്കലും പച്ചക്ക് കുമ്മായം വലിച്ചു കണ്ട് ഗ്രൗട്ടും വെള്ളം വെച്ച് വെക്കാൻ പാടില്ല. അതൊക്കെ അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. ഞാൻ വലിയ പണിക്കാരനായിട്ടില്ല, പക്ഷെ എന്താ പറയുക, നമ്മളെ ടീമിൻ്റെ പണി സ്ഥിരമായിട്ട് കാണാനാണ്. വിരി എന്ന് പറഞ്ഞാൽ വക്ക വിരി. അതായത് ചില പണിക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വീട്ടിൻ്റെ ഉള്ളിൽ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ 25 പീസ് ഇട്ടിക്കേണ്ടത് ഒരു 4 പീസ് 5 പീസൊക്കെ ലെങ്ത്തിൽ വരുമ്പോഴത്തിന്
പല പണിക്കാരും വേർക്കും. കാരണം എന്താ പറയുക, സ്റ്റെപ്പ് വന്ന് ഈ 25 പീസൊക്കെ കറക്റ്റ് സ്ട്രൈറ്റിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ പണിക്കാരെ പെർഫെക്ഷൻ്റെ ലെവൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. എന്തായാലും ഇവരെല്ലാ പണിയും ചെയ്യുന്ന ടീമാണ്. ഇനി പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, വീടിൻ്റെ പുറം മുതൽച്ച് കുറച്ച് നേരം പരിചയപ്പെടുത്തി തരാം. വീടിൻ്റെ ഉള്ളിൽ വേറെ ലെവലും പുറം വേറെ ലെവലാട്ടോ. അപ്പോൾ നമ്മൾ അനൗൺസ്മെൻറ്റും വിഷ്വലും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. വീടിൻ്റെ പുറം സൈഡിൽ മനോഹരമായിട്ടുള്ള ഗേറ്റ്, ഏതാ ഗേറ്റ് സ്വിച്ച് നിൽക്കുമ്പോൾ അതിന് തുറന്നു കൊടുക്കുകയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ മുറ്റത്തേക്ക് 2 നാലിൻ്റെ കരിങ്കല്ലിൻ്റെ സ്റ്റോണാണ്. അതിൻ്റെ 2 വരിൻ്റെ ഇടയിൽ കൂടെ ലുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കറുപ്പ് കളർ കോബിൾ സ്റ്റോണിൻ്റെ പോലത്തെ വേറെ സാധനം വേറെയും വെച്ചിട്ടുണ്ട്. പബിൾസിൻ്റെ ഇടയിൽ കൂടെ പല തരായ ചെടികൾ കുട്ടികൾക്ക് ആടാൻ വേണ്ടിയിട്ട് ഊഞ്ഞാൽ കായ്ക്ക് മുതലായില്ലേ. ഇനി വീടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറുകയാണെങ്കിൽ സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? എൻ്റെ വടയൊക്കെണ്ട സ്റ്റെപ്പ് ഒക്കെയാണ് കറുപ്പ് ഗ്രാനൈറ്റ് അല്ല, ചുവപ്പ് ഗ്രാനൈറ്റ് അല്ല കൊടുത്തിട്ടുണ്ടത്. അവിടെ 15 mm തിക്നെസ് വരുന്ന ഫുൾ ബോഡി ഒരു ടൈലാണ്. ആ ടൈലിൻ്റെ കെൻഡിൽ ഒരു 3 വര കാണാൻ പറ്റും. അത് ആ ടൈല് വാങ്ങിയ സമയത്ത് അയിമലുള്ള വരല്ല, അത് ആർട്ടിഫിഷ്യൽ തോളിൽ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്താണ് ക്ലൈൻറ്റിൻ്റെ ആവശ്യപ്രകാരം. അത് നമ്മളെ ക്ലൈൻറ്റ് അവസാനത്തിൽ സംസാരിക്കേണ്ടത്. സ്റ്റെപ്പ് വെള്ള അത് കഴിഞ്ഞതിന് ശേഷം സിറ്റ് ഔട്ട് ഒരു നീളം സിറ്റ് ഔട്ടാണ് വരുന്നത്. ഔട്ട് തന്നെ 8x4 5 പീസ് വരുന്നുണ്ട്. അതിൻ്റെ 2 സൈഡിലും ബോർഡർ ഈ വൈറ്റ് ഫുൾ ബോഡി ടൈലാണ് വരുന്നത്. ഏതാ വർക്ക്. പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഹാൾക്ക് അങ്ങോട്ട് കയറിയാൽ നീളത്തിലൊരു പാസേജ് ഉണ്ട്. അവിടെയാണ് ആ 25 പീസാണ്ട് വിരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ടൈലിൻ്റെ പേരെന്താ പറയുക, 8x4 ടൈലിൻ്റെ പേര് പലതരായി ടൈൽസുകൾ മോഡലൊക്കെ നാട്ടിലുണ്ട്. ഇവിടെ വിരിച്ച ടൈലിൻ്റെ പേരാണ് ലിയോളി. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോറിലെ ഓരോ റൂമിനനുസരിച്ചുള്ള നേക്കുള്ള ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിൽ ഇന്നത്തെ കാലത്ത് എല്ലാ ട്രെൻഡ് സാധനം കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിലെ ടൈൽ എന്ന് പറഞ്ഞാൽ 1,60-80 ഏതൊക്കെ സ്റ്റെപ്പിനും ബോർഡറിനും ഫുൾ ബോഡി വൈറ്റ്, അത് വരച്ച് കണ്ട് കറുപ്പാക്കിയാണ് നേക്ക് വർക്ക്. പിന്നെ എങ്ങോട്ടൊക്കെയാണ് ഈ കാണുന്ന ബോർഡർ ഉണ്ടോ, ഇത് കോർട്ട്യാർഡിൻ്റെ ബോർഡറാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫുൾ ബോഡി 15 mm തിക്നെസ് വരുന്ന ആ സാധനത്തിൽ ആ 3 വര കൊടുത്തോ. കട്ടിങ് നോക്കിയാണ് നേക്ക. വെറുതെ കണകുണം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, വർക്ക് പോയി കാണണം. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ വേറൊരു കൊട്ടാരം വിരിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോയി കണ്ടാൽ ട്രെയിനിന് പോയി കയറി ഇറങ്ങി തിരിഞ്ഞു അന്നദാനം കഴിച്ച പൈസൻ്റെ ലാഭം കിട്ടും. പിന്നെ ഈ കൊട്ടാരത്തിലെ ക്ലൈൻറ്റിൻ്റെ ഒരാഗ്രഹമാണ് ഡൈനിങ് ഹാൾ, വിശാലമായ ഹാളാണല്ലോ, കോർട്ട്യാർഡ് ഒരു സ്റ്റെപ്പ് 5 ഇഞ്ച് താഴ്ത്തിയിട്ടും അതേപോലെ തന്നെ ഈ ഹാളിൽ കസാരയും സോഫയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാ വർക്ക് അങ്ങോട്ടൊക്കെയാണ് അതിലാണ് അപ്പോൾ ആ സോഫ ഒക്കെ നിൽക്കുന്നത്. ഇത് ലിവിങ് റൂമാണ്. ഓരോ റൂമൊക്കെ അനുസരിച്ചുള്ള വെറൈറ്റി ഇൻറ്റീരിയറൊന്നും ഓവറാക്കി കോളാക്കിയിട്ടില്ല. എന്താണെന്നറിയോ, എനിക്ക് ഈ വീട് കണ്ടപ്പോൾ അവസാനമായിട്ട് മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, ഇവിടുത്തെ ക്ലൈൻറ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ വേറെ ഒരു ലെജൻഡാണ്. മൂപ്പര ഐഡിയകൾക്കനുസരിച്ച് മാത്രമാണ് ഈ വീടുമത്തെ ഓരോ പണിയും ചെയ്തിട്ടുള്ളത്. പിന്നെ മൂപ്പരന്നെ പറഞ്ഞ കാര്യമുണ്ട്, ഒരു വീട് പണി പല സ്റ്റെപ്പുകളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്റ്റെപ്പിലും നമുക്ക് പറ്റിയ പണിക്കാരെ കിട്ടുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ പല പണിക്കാരും ക്ലൈൻറ്റ് പറഞ്ഞാൽ അനുസരിക്കില്ല. പക്ഷേ ഈ ടൈൽസ് പണിക്കാരെന്ന് പറഞ്ഞാൽ മൂപ്പര് പറഞ്ഞു കൊടുക്കുന്ന ഒരു നൂൽ കണ്ട് മാറിയിട്ടില്ല. അതായത് ടൈൽസ് കൊണ്ടുവന്ന് അവിടെ വെച്ച് നോക്കും, സെറ്റപ്പ് ആക്കും, അങ്ങനെയൊക്കെ നോക്കി എല്ലാ ഡിസൈനൊക്കെ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ബാത്റൂമിലെ ടൈൽസ് ഉണ്ടെങ്കിൽ ഡയമണ്ട് മോഡൽ ഏത് മോഡലും വിരിച്ചു തരും. പിന്നെ വലിയൊരു ലെങ്ത്ത് ഹാളായിട്ട് പോലും ലൈനിൽ ഒരു മാറ്റം വരുത്തിയില്ല. ലൈന് നമ്മൾ നേരെ നൂല് വെച്ച് നോക്കുകയാണെങ്കിലും ഒരേ ലെവൽ. അതൊക്കെ എന്താ പറയുക, ഈ സിമെൻറ്റ് വലിച്ചതിൻ്റെ പ്രത്യേകത. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞില്ല, 8x4 6x4 പണി കറക്റ്റ് വിരിച്ച് എയിമില്ലാത്തവരെ കൊണ്ട് വിരിപ്പിച്ച് കഴിഞ്ഞാലുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്റ്റെപ്പ് വരും. പിന്നെ ഇത് കാണുമ്പം ഈ കാണുന്ന സംഭവം തരും ഷോ കിച്ചനാണ്. അതിൻ്റെ കൗണ്ടർ ടോപ്പ് ആ കട്ടിങ് പീസ് കാണുമ്പോൾ ഇതൊക്കെ ഫുൾ ബോഡി ടൈലാണ്. ഒരു കാര്യം പറഞ്ഞുതരാം, ഇനി സ്പേസറിൻ്റെ കാര്യത്തിൽ കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടാകും, സ്പേസർ ഇടണോ ഇടണ്ടേ എന്നുള്ളത്. അതായത് ഈ വലിയ ടൈലൊക്കെ ഇരിക്കുമ്പം 4 മൂല കൂടി ചേരുമ്പോൾ ഒരു മോഡൽ വരുന്നുണ്ട്, ബുക്ക് മാച്ച്. ചില ആൾക്കാർ ഈ വലിയ ടൈലിന് സ്പേസർ വേണ്ടാന്ന് പറയും. അത് ക്ലൈൻറ്റിൻ്റെ ഇഷ്ടപ്രകാരമാണ്. ഈ സൈറ്റിലത്തെ ക്ലൈൻറ്റ് സ്പേസർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ വീതിയുള്ള സ്പേസറല്ല കൊടുത്തിട്ടുണ്ട്, 2 mm സ്പേസറാണ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഓവർ ചാല് വരില്ല, എന്നാലോ ടൈൽസിന് ഒരു ഉപകാരപ്പെട്ടും. പക്ഷേ ഈ ക്ലൈൻറ്റ് പറയുകയാണ് സ്പേസർ ഇല്ലാതെ വിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ പണിക്കാർ എത്രയോ കൊട്ടാരങ്ങളിൽ സ്പേസർ ഇല്ലാതെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. സ്പേസർ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ കറുത്ത അപ്പോക്സി കൊടുത്തു. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എന്താ പറയുക, ഇത് നിസ്കാര റൂമാണ്. ഓരോരുക്കാളുള്ള സെറ്റപ്പ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് ഓരോ ഏരിയയ്ക്ക് ഓരോ തരമായിട്ടാണ്. ഇല്ല കോർട്ട്യാർഡിലൊക്കെ കട്ടിങ് നോക്കിയാണ് ഏതാ മോഡലെന്ന് അറിയാം. വീണ്ടും നമ്മൾ ഹാളിലേക്ക് തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനത്തെ വലിയ വലിയ ടൈൽസ് വിരിക്കാൻ നല്ല പ്ലേയേഴ്സിനെ കിട്ടാത്തതിൻ്റെ പേരിൽ വിഷമിച്ചുകാണ്ട് ഇനി ആരും നിൽക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ വീഡിയോ ഔട്ട് ഇറങ്ങിയതിന് ശേഷം. എന്തേ സംഭവം നേക്കായി ഇവരെ നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇതാ കിച്ചൻ്റെ സംഭവം കണ്ടില്ലേ. പിന്നെ അപ്സ്റ്റെയറിലേക്ക് പോണ സ്റ്റെയറിൻ്റെ ചവിട്ട് ഒരു ചുവന്ന കളറാണ്, അതും ഫുൾ ബോഡിയാണ്. അതിമേലും അതേ കറക്റ്റ് അളവിൽ 3 വര കൊടുത്തിട്ടുണ്ട്. ആ വരക്കാണ് ഈ വീഡിയോൻ്റെ മൊത്തം കായ് ചിലവാക്കുന്നത്. കണ്ടൊക്കെയാണ് കണ്ടോ, ഒരു ചുവന്ന കളറ് ഡബിൾ പട്ട ഒട്ടിച്ചിട്ടുണ്ട്. ആ പട്ടൻ്റെ കട്ടിങ് ഒന്നും കാണാൻ പറ്റില്ല, ഒക്കെ മുകളിലെ കട്ടിങ് വരുന്നത്. ഇതാ 3 വര. ഞാൻ അടുത്ത സ്റ്റെപ്പ് മേൽ 3 വര.
ഏതാ പണി. ഇനി മോൾക്ക് നോക്കുകയാണെങ്കിൽ 2-4 ടൈലിട്ടിട്ടുണ്ട്. കാരണം അത് മതി, അവിടെ യൂസിങ് ഇല്ലാത്ത ഏരിയ അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ടൈൽസും പണി വലിയ വീട്ടിലൊക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഈ വലിയ ടൈലാണ്. അതാവുമ്പോൾ എന്താ പറയുക, പെട്ടെന്ന് പണി തീരും ചെയ്യും. എത്രമാതിരി മോഡൽ സാധനങ്ങളുണ്ടറിയോ. ഓരോ കടകളിൽ ഇങ്ങനെ പോയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളെ കണ്ണിങ്ങോട്ട് പുറത്തേക്ക് വന്നു പോകും. അത്രയും മോഡൽ ടൈലാണ്. എന്നാലും വിരിച്ച് കഴിഞ്ഞ ഏരിയ കൂടെ നടന്നിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ സ്വർഗത്ത് കൂടെ ഇങ്ങനെ പോണ മാതിരി ഉണ്ടാവും. അയ്യോ 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 അങ്ങോട്ടൊക്കെയാണ് ഹാൻഡ് റെയിൽ, അതിൻ്റെ ആ മോഡലൊക്കെയാണ്. എന്താ ലുക്ക് സംഭവം. ഏതായാലും എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനത്തെ ഇത്ര നല്ല നേക്കിൽ വർക്ക് ചെയ്തൊരു വീട് കണ്ടിട്ടില്ല കേട്ടോ. ഈ വീടിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലാട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമൊക്കെ വേറെ ലെവലാക്കി മാറ്റിയിട്ടുണ്ട്. ടോട്ടലി വീടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിക്കുകയാണെങ്കിൽ ആംബിയൻസ് 100ക്ക് 100 കേട്ടോ. പിന്നെ ഹാളിന് വാൽക്കണിക്കൊരു വഴിയുണ്ട് സോഫൻ്റെ ഇടയിൽ കൂടെ. അതിൻ്റെ ഒരു വാതിൽ എന്ന് പറഞ്ഞാൽ സ്ലൈഡിങ് ആണ്. അവിടെ വിരിച്ച ടൈലാണ്. ഈ കാണുന്നത് ടോപ്പിൽ ഗ്ലാസ് ആണ്. നല്ല വെളിച്ചൊക്കെ വരുന്നുണ്ട്. വെറൈറ്റി ചെടിയും ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രത്തോളം കണ്ട സ്ഥിതിക്ക് നമുക്ക് ക്ലയൻറ്റിൻ്റെ അഭിപ്രായം പാടെ ചോദിച്ചു നോക്കാം. എൻ്റെ പേര് ഷമീർ, മലപ്പുറം ഡിസ്ട്രിക്ട് ചങ്ങരംകുളത്തിനടുത്ത് ഒതലൂരാണ് സ്വദേശം. അൽഹംദുലില്ലാ വീടെന്ന സ്വപ്നം പൂവണിഞ്ഞു. ഭംഗിയാക്കി എല്ലാ വർക്കും എല്ലാ വർക്കർമാരും ഭംഗിയാക്കി തന്നു. എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ട്, അൽഹംദുലില്ലാ എല്ലാവരും ഭംഗിയാക്കി തന്നു. 8x4 വിരിക്കണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. അതിന് നമ്മൾ പാലക്കാട് ഡിസ്ട്രിക്റ്റും മലപ്പുറം ഡിസ്ട്രിക്റ്റും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റും ഒക്കെ നമ്മൾ നടന്നു. സെലക്ട് ചെയ്ത് 5-6 ഷോപ്പിൽ നടന്നു. ഒരു ഇഷ്ടപ്പെട്ട കളർ ടൈലേറ്റ് സെലക്ട് ചെയ്തു. ടൈൽസ് കിട്ടി. പിന്നെ ഇത് വിരിച്ച സ്ഥലം കാണണം, വിരിച്ച ആളുകളെ കാണണം, ഇത് എങ്ങനെ വിരിക്കും, ആർക്ക് കൊടുക്കും എന്നുള്ള ഒരു ടാസ്ക് ആയിരുന്നു. അതിന് വേണ്ടി വിരിച്ച കുറെ സൈറ്റ് പോയി നോക്കി. അതെ അതെ, ഏത് ജോയിൻ ഫ്രീ ആക്കി വിരിച്ചതും സ്പേസിലിട്ട് വിരിച്ചതൊക്കെ നോക്കി കണ്ടു. വർക്കിന്റെ പെർഫെക്ഷനെ നോക്കി 2-3 വീട് കണ്ടു. അതിലൊരു വീട് നമുക്ക് ഇഷ്ടമായി. 8x4 വിരിച്ചത് ഭംഗിയായിരുന്നു. അത് ചെയ്ത വർക്കർമാർ ആ ക്ലയന്റിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി. അതിനുശേഷം അവരെ സമീപിച്ചു. അവർ നമ്മുടെ സൈറ്റ് വിസിറ്റ് ചെയ്തു. അവരായിരുന്നു ചേളാരിയിലുള്ള VM ടൈൽസ്. അത് അവർ വിനോദ്, അതുപോലെ ഷാഹിദ്. അൽഹംദുലില്ലാ അവർ ഇതുവരെ നമുക്ക് നമ്മുടെ കൂടെ നിന്ന് തന്നു. വളരെ അധികം ഭംഗിയാക്കി തന്നു. വർക്ക് നല്ല ഇഷ്ടമായി. നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ വർക്ക് അവസാനിച്ചു, സമയത്തിന് അവസാനിച്ചു. ഈ സ്റ്റെപ്പിന്റെ ചവിട്ടിന് ഗ്രാനൈറ്റ് ആണ് ഉപയോഗിക്കല്. ഇത് അതിന് വരെ തിക്നെസ് ഉള്ള ടൈല് വെച്ചിട്ട് അതിൽ ഗ്രൈൻഡർ കൊണ്ട് മറ്റേ മോഡൽ ചെയ്തില്ല, ഹാൻഡ് വർക്ക് വരട്ട് കണ്ട് അതിൽ അപ്പോക്സ് ചെയ്തു. അതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് നമ്മൾ വിദേശത്തൊക്കെ കാണുന്ന ഒരു വർക്കാണ്, ഈ ഗ്രൂ ഇട്ടിട്ട് അടിക്കുന്നത്. അത് ഞാൻ ഇവരോട് ആവശ്യപ്പെട്ടു, ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചു. അപ്പൊ ഇവർ അത് സാമ്പിൾ അടിച്ച് തരാന്ന് പറഞ്ഞു. സാമ്പിൾ അടിച്ച് തന്നു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അത് അടിപൊളിയായി എന്ന് പറയാം. 100 വട്ടം അങ്ങനെ ചെയ്തതാണ്. ഈ വലിയ ടൈലിന്റെ സൈഡിലുള്ള ബോർഡറുകളും അതേപോലെ കോണിന്റെ സ്റ്റെയർമേല് സ്റ്റെപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഹാൻഡ് മെയ്ഡ് വർക്കാണ്. അതെ, അതേപോലെ തീർച്ചയായിട്ടും പറയാനുള്ള വേറൊരു കാര്യം, 45 ചെയ്ത അതെ ഗ്രാനൈറ്റിലെ 45 ചെയ്ത ഭാഗം ഫുൾ ബോഡിയിൽ 45 ചെയ്തത് വളരെ ഭംഗിയായിട്ട് നമ്മൾ കൈ ഇങ്ങനെ വെച്ചാൽ വളരെ ഭംഗിയായിട്ട് വളരെ തടസ്സമില്ലാതെ പോകുന്ന ഒരു 45 ആയിരുന്നു. ഒരു രക്ഷയില്ല. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ ടൈൽസ് പണിക്ക് വേണ്ടി ഇവരെ കോൺടാക്ട് ചെയ്യും. അപ്പൊ ഈ വീടിന്റെ ഈ ഒട്ടാരത്തിന്റെ ഓണർ എന്നുള്ള ലെവൽക്ക് ആ പണിക്കാരെ പറ്റി ലാസ്റ്റ് എന്താ പറയാ, ധൈര്യത്തോടെ വിളിക്കാൻ പറ്റുമോ? കൊടുക്കും. വിനു ആൻഡ് ഷാഹിദ് VM ടൈൽസ് യാതൊരു രക്ഷയില്ല. അൽഹംദുലില്ലാ അവര് സെറ്റ് പരിപാടിയാ. അടിപൊളിയായിട്ട് വിരിച്ചു തരും. അടിപൊളിയായിട്ട് നന്നായി വർക്ക് ചെയ്യും. സ്നേഹത്തോടെ നമ്മൾ സമീപിക്കും. പിന്നെ യാതൊരു പൈസ മാത്രമല്ല അവരുടെ ലക്ഷ്യം, വർക്ക് നന്നാവലാണ് ലക്ഷ്യം. റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ച് അതെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ അവർ ചെയ്തു തന്നു. അൽഹംദുലില്ലാ. എപ്പോഴും നമ്മൾ ആദ്യം അവസാനം പറയാനുള്ള വാക്ക് വിനോദ് ആൻഡ് ഷാഹിദ് VM ടൈൽസ്. പിന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എവിടെ വീട് ഉണ്ടാക്കുകയാണെങ്കിലും 8x4 അല്ല, 6x4 അല്ല, 2x 2 വിരിക്കുകയാണെങ്കിലും ടൈൽസിന്റെ പണി പക്ക ആയെങ്കിലും മാത്രമേ വീടിന്റെ ഉള്ളിൽ കാണാൻ വൃത്തി ഉണ്ടാവുള്ളൂ. നിങ്ങൾ ടോട്ടലി ഹാപ്പി അല്ലേ? അൽഹംദുലില്ലാ. ഈ ഫസ്റ്റ് ഫ്ലോറാണ് വീട് ചെയ്തത്. അത് മൊത്തം ഇങ്ങനെ ഈ 8x4 വിരിച്ച് കാണുന്ന ഭംഗി വേറെ ലെവലാണ്. നമ്മൾ കോട്ടിയാടിലൊക്കെ 2-3 പ്രാവശ്യം ടൈൽസ് പർച്ചേസ് ചെയ്ത് വന്നു. തിരിച്ചു അയക്കേണ്ട അവസ്ഥ ഉണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. പെരക്കാരന്റെ അഭിപ്രായം കേട്ടുകാണ്ട് ഓരോ ഐഡിയക്ക് അനുസരിച്ച് പണി ചെയ്യുന്ന വർക്കേഴ്സിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും വലിയ ഭാഗ്യം തന്നെയാണ്. അത് ഈ സൈറ്റിൽ വിരിച്ച VM ടൈൽസിന് ഉണ്ട്. എന്തായാലും ടോട്ടലി നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലേ? അൽഹംദുലില്ലാ. വളരെ പരിപാടി കുളിക്കണം, ബിരിയാണി ഒക്കെ വിളിച്ചാൽ മതി, നമ്മൾ വരും. ഓക്കെ, സെറ്റ്.